ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇന്നൊരു അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മാങ്ങ അച്ചാറാണ് ഇടുന്നത് കേട്ടോ. ഇന്ന് ഞാൻ 2-3 പേര് എന്നോട് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചു. അപ്പോൾ ഇന്ന് നാരങ്ങ അച്ചാറാണ് ഇടാൻ പോണത്. നാരങ്ങ അച്ചാർ ഇടുന്നത് നാരങ്ങയും നമ്മുടെ ഈന്തപ്പഴം കൂടി ചേർത്തുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നതേ 1/4 കിലോ നാരങ്ങയാണ്. ചെറുനാരങ്ങ, അധികം വലിപ്പമുള്ളതല്ല. 13 നാരങ്ങ ഉണ്ട് കേട്ടോ. ഇത് മതി, ഒരു കുപ്പിക്ക് തേയാനുള്ളതുണ്ട്, അത്ര മതി. തീരുമ്പോൾ ഇടാമല്ലോ. അതിനായിട്ടൊരു 10 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് 2ആക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുജീരകം, 1.25 ടേബിൾ സ്പൂണോളം കടുക് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉലുവ. ഇത് 3 കൂടി ഞാനൊന്ന് ചൂടാക്കി വറുത്ത് പൊടിക്കും, എന്നിട്ടാണത് ചെയ്യുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറുനാരങ്ങ ആദ്യം ഒന്ന് അപ്പച്ചെമ്പിൽ വെച്ചൊന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അച്ചാർ റെഡിയാക്കാം, വരും. അപ്പം നമ്മൾ ഒരു ഇഡ്ഡലിപ്പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇഡ്ഡലിപ്പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആദ്യത്തെ തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഒന്ന് ആവി കയറട്ടെ. ആവിയിലാണ് ഞാനിത് വേവിക്കുന്നത്. ആവി കയറി അതിൻ്റെ കളറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകരുത്, പൊട്ടാതെ തന്നെ എടുക്കണം. ഒന്ന് മൂടി വെക്കാം, ആവി കയറട്ടെ. നമ്മുടെ നാരങ്ങ നോക്കാട്ടോ. നാരങ്ങ എല്ലാത്തിനും വാടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് പൊട്ടിപ്പോകാതെ തന്നെ എടുക്കണം. ഇപ്പോൾ എല്ലാം വാടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കടുക് പരിപ്പ്, ഉലുവ, ജീരകം, ഇത് 3 നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഓടുകാച്ചലെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ ചൂടാക്കി അരച്ചിടുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇതെല്ലാം ചൂടായിട്ടുണ്ട്. ജീരകവും ഉലുവയും കടുവരിപ്പും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ ജാറിലിട്ട് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് ആ ജാറിൽ തന്നെ അരച്ചെടുക്കും. ഈ പൊടി ഇത് പൊടിച്ചതിന് ശേഷം മാറ്റിയിട്ട് ആ ജാറിൽ തന്നെ ഇഞ്ചിയും, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ടാണ് അച്ചാർ റെഡിയാക്കുന്നത് കേട്ടോ. അച്ചാർ റെഡിയാക്കുന്നത് ഈ ചട്ടിയിലാട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ 100 ഗ്രാം നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇനി അഗെയിൻ ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ. കടുക് പരിപ്പ്, ഉലുവ, ജീരകം എന്നിവ നമ്മൾ ഓട് കാച്ചി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കടുകിടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് കടുകും പരിപ്പ് ജീരകമൊക്കെ പൊടിച്ച ജാറിൽ തന്നെ
അരച്ച റെഡിയാക്കിയതാണ്. അപ്പോൾ പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മുടെ വയറ്റിൽ തന്നെ ചെല്ലും, പെറുക്കിക്കളയില്ല. അച്ചാറിൽ ചിലർ അത് പെറുക്കിക്കളയും. പക്ഷേ ഇതിങ്ങനെ കഴിയുമ്പോൾ ഗ്രേവിക്ക് ടേസ്റ്റായിരിക്കും, ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ പൊടികളിടുന്നത്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ അരച്ച അരപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് കടുക്, പരിപ്പ്, ജീരകം, ഉലുവ എന്നിവയും കൂടി പൊടിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നാരങ്ങ ഞാൻ വാട്ടി കഴിഞ്ഞതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടോ. അപ്പോൾ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് ഉപ്പ് തിരുമ്മി വെക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചാൽ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉപ്പ് തിരുമ്മി വെച്ചതാണ് 4ആക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഒപ്പം ഒരൽപ്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലെണ്ണയിലിട്ടാൽ കൂടുതൽ നാൾ നമുക്ക് കേടുകൂടാതെ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും. പൂപ്പലൊന്നും പിടിക്കില്ല. പക്ഷേ വെളിച്ചെണ്ണയും വാമോയിലൊക്കെ ആണെങ്കിൽ ഒരു 1-2 ആഴ്ചയിൽ കൂടുതൽ ഇരിക്കില്ല, പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ നല്ലെണ്ണയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നാലേ കുറച്ച് നാൾ നമുക്ക് കേടുകൂടാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഇനി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വേറെ അച്ചാർ പൊടി, വേറെ ഒരു സംഭവങ്ങളും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഉലുവ, കടുകുപരിപ്പ്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരഞ്ഞ് ചേർന്നേക്കണതാണ്. അപ്പോൾ ഇനി വേറൊരു പൊടികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നല്ല വീട്ടിലത്തെ തന്നെ പൊടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കിയ അച്ചാറാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ, നാരങ്ങ അച്ചാർ. ഈന്തപ്പഴവും നാരങ്ങയും കൂടി ചേർത്ത ഒരു അച്ചാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നാരങ്ങ ഒരു ദിവസം ഉപ്പ് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ അധികം ഉപ്പ് തിരുമ്മി വെച്ചിട്ടാണ് റെഡിയാക്കിയത്. അത്യാവശ്യമായിട്ട് ചെയ്തതാണ് ഈ അച്ചാർ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എൻ്റെ ചാനലിനെ ഇത്രയും റീച്ചാക്കി തന്നത് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുകയാണ്. ഇനിയും ജാൻസി സ്പെഷ്യലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.